ബൈക്ക് വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയൊരു സീരീസ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു വണ്ടിയുടെ പരിപാടി, ഒരു കാർ എടുത്തു നമ്മൾ, ഒരു സെക്കൻഡ്സ് വണ്ടി. അപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പാകെ എൻ്റെ കൂടെയുള്ളതായിരിക്കും ഞാൻ അതിനെ കാണിക്കാം. അതിന് മുമ്പാകെ തന്നെ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ ഓക്കെ, നമുക്ക് പിള്ളേരെ കാണാം. ഇതാണ് നമ്മുടെ കണ്ണാപ്പി, പെരുവറ അശ്വിൻ, ആകാശ്, നമ്മുടെ ഡിങ്കൻ, നമ്മുടെ ഏട്ടൻ വരുൺ. അപ്പോൾ അതായത് ഇവനാണ് നമ്മുടെ താരം. ഇനി ഇവനെ കുറിച്ചുള്ള കഥകളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊരു 2005 മോഡൽ ഹ്യുണ്ടായിയുടെ ആക്സെന്റ് ആണ്. 2004. അപ്പോൾ ഇതിൽ ഇതാകെ ഒരു പഴയ ഒരു വയസ്സായ ആൾക്കാർ ഒരു ഫാമിലി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. അതിൻ്റെ പോരായ്മകൾ കാണും. പോരായ്മകളല്ല, വണ്ടി പക്ക സ്റ്റോക്കാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടി മെക്കാനിക്കൽ പാർട്സ് എല്ലാം പക്കയാണ്. അതിൽ യാതൊരു കംപ്ലയിൻസും ഇല്ലാതെ നമ്മളെല്ലാം പണി തീർക്കി. മെക്കാനിക് പാർട്സിന് തൊടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. പ്രത്യേകിച്ച് തുടങ്ങാൻ റിവ്യൂ എന്നല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാണിച്ചു തരാൻ പോകാം. ഇനി വണ്ടി പണിതിറങ്ങുമ്പോൾ ഉള്ള മാറ്റങ്ങൾ അതും നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ഓട്ടയായി. അപ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ യൂരി എടുത്തു. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിക്ക് ഇപ്പോൾ നേരെ പോകുന്നത്. അപ്പോൾ കളർ ഏതാണ്, എന്തൊക്കെയാണ് പരിപാടി, അത് ഞാൻ അടുത്ത എപ്പിസോഡുകളിലായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ വ്യൂ. വണ്ടി ഡോർ പാഡ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഊരി എടുത്തത് കേട്ടോ. ഇൻറ്റീരിയറൊക്കെ പക്ക ക്ലീൻ തന്നെയാണ്, വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്തിട്ടില്ല. മെക്കാനിക് പരമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് എടുത്തു വണ്ടി. ഇപ്പോൾ നാട്ടിൽ നിന്ന് മീൻസ് നമ്മുടെ ഇവിടെ നിന്ന് എടുത്തു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിനടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ തന്നെയാണ് വണ്ടി പണിയാൻ പോകുന്നത്. അതൊന്ന് പറ, നിങ്ങളൊക്കെ പറയും. ചാടി നിൽക്ക്, ക്യാമറ എന്തൊക്കെയാണ് വിടും. അപ്പോൾ എന്തായാലും ഒരു 1 വീക്ക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. കളർ നമ്മൾ അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യണം. ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് പറയാം. ബാക്കി നമ്മൾ അടുത്ത വീഡിയോസിൽ സീരീസ് ഇറക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് സ്ട്രേറ്റ് നമുക്ക് വർക്ക്ഷോപ്പ് എത്തിയിട്ട് തിരിച്ചു കാണിക്കാം. ഓക്കെ, നമ്മളൊന്ന് കറക്റ്റ് ഐശ്വര്യമായിട്ട് അമ്പലത്തിലൊക്കെ പോയി ചന്ദനൊക്കെ ഇട്ട്, കാരണം വണ്ടിയൊക്കെ പണിയാൻ പോകല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രതീകമായി അമ്പലത്തിലൊക്കെ പോയി. നീ അന്നേരം അമ്പലത്തിൽ വന്നില്ല? ഞാൻ അമ്പലത്തിൽ വന്നത് ഇവൻ ജിമ്മനാണ്, നമ്മുടെ നാട്ടിലെ ജിമ്മനാണ്. അതുണ്ട് കട്ടാണ്ട മതി. അപ്പോൾ ജിമ്മനാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം, വണ്ടി ഓടിക്കുന്ന മുമ്പാകെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടണം. അത് ആരായാലും വണ്ടി ഇടുന്നവർ സീറ്റ് ബെൽറ്റ് ഇടണം. നാശം മരിച്ചിട്ട് വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് പറയാനുള്ളത്? പണിയെടുക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഒരു ഇക്ക തന്നെയാണ് നമുക്ക് പെയിന്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പരിചയമുള്ള ഇക്ക തന്നെയാണ്. ഇതിലിപ്പോൾ ബോഡി കളർ മാറ്റുന്നുണ്ട്, അലോയ്സ് ഇടുന്നുണ്ട്, ബോഡി കിറ്റ് കയറ്റണമെന്നുണ്ട്. അത് നമ്മൾ തുടർന്ന് തന്നെ പറയാം. ഇതിലിപ്പോൾ ഏകദേശം ഒരാഴ്ച നമുക്ക് ആവശ്യമുണ്ട് പെയിന്റിങ്ങിന്റെ കാര്യത്തിന്. കാരണം അതൊരു പഴയ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. അതിന് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് മാത്രം ചെയ്യാൻ വേണ്ടി സമയം എടുക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 1 വീക്കാണ് അവർ പറഞ്ഞത്. ഫസ്റ്റ് കോട്ട് അടിച്ച ഒരു 1 വീക്കിനുള്ളിൽ വണ്ടി നിങ്ങൾക്ക് ഇറക്കിയിട്ട് നമുക്ക് നേരെ RTO കാണണം. RTO കാണുന്ന മുമ്പാകെ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവിടെയൊക്കെ പെയിന്റിങ്ങിന് മുമ്പാകെ എന്താ പറയുക, നമ്മൾ വാഹനത്തിന്റെ പെയിന്റ് മാറ്റുന്ന മുമ്പാകെ RTOനെ സമീപിക്കണം എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എൻ്റെ വീട് ചിറ്റൂരാണ്, പാലക്കാട് ചിറ്റൂര്. അപ്പോൾ നമ്മുടെ RTOനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ പെയിന്റ് മാറ്റി കഴിഞ്ഞ് നിങ്ങൾ വന്ന് പരിവാഹൻ ഇപ്പം എല്ലാം ഓൺലൈൻ ഞാൻ ഇന്ന കളറിൽ നിന്ന് ഇന്ന കളറിലേക്ക് മാറ്റി എന്നുള്ളൊരു പേപ്പർ സൈൻ ചെയ്ത് വാഹനവും കളർ മാറ്റി ഈ വണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയ RC ബുക്ക് ലഭിക്കും. അതിലാണ് നമുക്ക് പുതിയ കളർ വരാൻ പോകുന്നത്. കളറിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം കേട്ടോ, അത് നമ്മളൊരു സർപ്രൈസായി. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഈ വർക്ക്ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കൊറോണയൊക്കെ കൊണ്ട് ഇവിടെ കൊറോണയ്ക്ക് അത്ര ഒരു സീനില്ല, എന്നാലും മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ഓക്കെ, ഇതാ നമ്മുടെ വർക്ക്ഷോപ്പ് കേട്ടോ, അതാണ് കാര്യം. അപ്പോൾ വണ്ടി ഇനിയിപ്പോൾ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്, അത് നമ്മുടെ അണ്ണനാണ്. ഇനി ഇവിടെയാണ് വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി കാണാം. അപ്പോൾ അതായത് നമ്മൾ വണ്ടി ഇതാ വർക്ക്ഷോപ്പിലേക്ക് കയറ്റി അത്യാവശ്യം എന്താ ഫ്രണ്ടിലത്തെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഊരിയെടുത്തു. പിന്നെ അതായത് നമ്മുടെ ഇവിടുത്തെ ബീഡിങ് കാര്യങ്ങളും കംപ്ലീറ്റ് ഊരിയെടുത്തു. പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്, ഓട്ടയാണ്. ഇതൊക്കെ നമ്മൾ അടയ്ക്കാൻ പോകുന്നതാണ്. പിന്നെ അതായത് ഈ ഭാഗത്തും ഇവിടെ അത്യാവശ്യം വലിയ ഓട്ടയുണ്ട്, അതും അടയ്ക്കണം. പാർട്സ് എല്ലാ ദിവസം നിറച്ചിട്ടുണ്ട്, അത്യാവശ്യം എല്ലാ പാർട്സും ദിവസം നിറച്ചിട്ടുണ്ട്. പിന്നെ ഡിക്കിയുടെ ഭാഗത്തിൽ എന്താ നമ്മുടെ മറ്റേ ആക്സെൻറ്റ് ഇതിൻ്റെ ലോഗോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. വർക്ക്ഷോപ്പിലുള്ള വിശേഷങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേ പിള്ളേർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്കനെ കാണിച്ചു തരാം. ഇക്ക ഇങ്ങോട്ട് വരും. ഉള്ള പേരെന്ന് പറയും. സിദ്ദിഖ്. ഇതാ സിദ്ദിഖൊക്കെയാണ് നമുക്ക് വണ്ടി ഫുൾ പണി തരാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി തരാൻ പോണ്. അപ്പോൾ അതായത് എന്താ കാണിക്കുന്നത്? എന്തു പറയുന്നു? അയ്യോ തല്ലാവുന്നാണ്. അതെ, നമ്മൾ സംഭവങ്ങൾ കുറച്ച് ഇതിവിടെ കുറച്ച് മെക്കാനിക്കൽ ഇത് പറയാൻ പറ്റിയ ഒരു കേസാണ്. ഇത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് എലി അടിച്ച് എന്തോമാണ്. ഇതിൻ്റെ എയർ ഇൻടേക്കിൻ്റെ പൈപ്പാണ്. എയർ ഫിൽറ്ററാണ്. ഇത് എയർ ഇൻടേക്കുന്ന പൈപ്പാണ്. അത് ചെറിയൊരു മാറ്റേണ്ടി വരും. അത് ഫുള്ളല്ലേ ഉള്ളിലേക്ക് ഇറങ്ങി പോണു. അപ്പോൾ ആ പണി അത്യാവശ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇക്കാം നമ്മുടെ പണികൾ അത്യാവശ്യം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറഞ്ഞത് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടാവുന്ന ഒരു എന്താ പറയുക ടൈമിങ് കൂട്ടാമല്ലോ. അപ്പോൾ നമ്മൾ പണി നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഏതൊരു വണ്ടിയായാലും, ബൈക്കായിട്ട്, കാറായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഏതൊരു വാഹനമായാലും അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള RTOയുടെ നമ്മുടെ RTOയിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് വാഹനം ആദ്യം കാണിച്ചിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് പെയിൻറ്റ് മാറ്റിയിട്ട് നിങ്ങളെ വന്ന് കാണിക്കണോ, അതോ പെയിൻറ്റ് മാറ്റിയതിന് ശേഷം ഫോമുമായി ആ എമൗണ്ടും ഒരു ഫീസുണ്ട്, ചെറിയൊരു ഫീസുണ്ട്, അത് അടച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വന്നാൽ മതി, RTOയുടെ ഓഫീസറെ കാണിച്ചാൽ മതിയോ എന്നുള്ള കാര്യം ആയതിനെ ശ്രദ്ധിക്കണം. കാരണം ചില RTOs ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മൾ പെയിൻറ്റ് മാറ്റിയിട്ട് പോയിട്ട് അവർ പറയും ആരെ പെയിൻറ്റ് മാറ്റി നിങ്ങൾക്ക് അനുവാദം തന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ, അതിൻ്റെ പേപ്പറുണ്ടോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വേഗം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അത്. ഇത് ചിലർ പറഞ്ഞു നിങ്ങൾക്കത് കിട്ടില്ല, എന്താ പറഞ്ഞാൽ പെർമിഷൻ വാങ്ങണം എന്നുള്ള കഴിഞ്ഞതിന് ശേഷം RTOയിൽ വന്ന് ഒരു ഫീസ്, പരിവാഹനിൽ ഫീസ് അടച്ച്, എല്ലാം ഓൺലൈൻ വഴിയാണ്. ഇപ്പം ഒന്നും അങ്ങനെ എന്താ പറയുക ഓഫീസിൽ പോയിട്ട് പരിപാടിയില്ല. എല്ലാം എന്താ പറയുക ഓൺലൈൻ വഴി തന്നെ ഫീസ് അടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ഓഫീസറെ പോയി മറ്റേ RTO ഓഫീസറെ പോയി ബന്ധപ്പെട്ട് പോയി കാണിച്ച് വണ്ടി ഒന്ന് ടെസ്റ്റ് പോലെ ഒന്ന് കാണിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പേപ്പേഴ്സ് റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, ഞാനത് പറയാൻ പറ്റും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലേ പിന്നെ പെയിൻറ്റ് ആദ്യം തൊട്ട് ചുരണ്ടി എടുത്ത് വീണ്ടും പഴയ പെയിൻ്റാക്കി വീണ്ടും പോയി കാണിച്ച് വീണ്ടും അതിൻ്റെ അനുവാദം എടുത്തിട്ട് വീണ്ടും വന്ന് പെയിൻറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇവിടെയൊക്കെ ഒന്ന് മിനുസാവാൻ വേണ്ടിയിട്ട് നമ്മളെ എന്താ പറയുക ഈ പേസ്റ്റ് ഇതൊരു പേസ്റ്റാണ്, മെറ്റൽ പേസ്റ്റാണ്. ഇത് വെച്ചൊന്ന് വരച്ച് ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പാക്കിയാലേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ കുട്ടപ്പനായിട്ടുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കുഴികളും കാര്യങ്ങളും നമ്മുടെ റോഡ് പോലെയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാറ്റായിട്ട് വരണമെങ്കിൽ ആ പേസ്റ്റ് വെച്ച് ഒരച്ച് ഷേപ്പ് ആവണം. ഓക്കെ, അതിൻ്റെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വെച്ചാൽ ഷേപ്പ് ആവുള്ളൂ അല്ലേ?
എന്താ പൊട്ടിയൊക്കെ വെച്ച് ഷേപ്പാക്കിയാലേ സംഭവം സെറ്റാവുള്ളൂ ഗൈസ്. സിദ്ദിഖ് ഇപ്പോൾ വർഷപ്പോടിൻ്റെ എത്രയായി പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി? 11 അല്ലേ? ഓക്കെ. ഡീറ്റെയിൽസ് റേറ്റിംഗ് കാര്യങ്ങൾ ഞാനത് അവസാനം പറയാം. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഓരോന്ന് തട്ടുമ്പോൾ ഓരോ സൈഡും പൊട്ടും. അത് പഴയൊരു വണ്ടി പഴയ വണ്ടികളൊക്കെ അതിന് അങ്ങനെ ഒരു പോരായ്മകളുണ്ട്. നമ്മുടെ പുതിയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബോഡി ഒന്ന് ചുരണ്ടി അവിടെ നിന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പെയിൻറ്റ് നമുക്ക് വാരി പൂശാം. പക്ഷേ പഴയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടും അതിലിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പെയിൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും പെയിൻറ്റിൻ്റെ എന്താ പറയുക എത്ര ചിലവുകൾ കാര്യങ്ങളെല്ലാം അവസാനമായിട്ട് പറഞ്ഞായിരിക്കും. അത് അപ്പം പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ പണികളൊക്കെ ചടചടയി നടക്കുന്നുണ്ട്. ഫുൾ പവറിലാണ് നമ്മുടെ സിദ്ദിഖ്. അതാ വന്നത് പേസ്റ്റൊക്കെ വെച്ചു, ഓട്ടയൊക്കെ തുറന്നു, പേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഓട്ട നല്ല രീതിക്ക് ഓട്ടയുണ്ടല്ലേ ഗൈസ്? ചില ഭാഗത്ത് സൈഡ് റണ്ണിങ് ബോർഡ്സിലൊക്കെ ചെറിയ ഹോള് കാണുന്നുണ്ട്. അത് കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ചെക്കൻ ഓടാൻ വേണ്ടിയിട്ട് കുറേ വർഷമായി, പ്രായമുണ്ട്. അപ്പോൾ പ്രായത്തിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാണും. പക്ഷേ ഒന്നും സീനില്ല. നമ്മുടെ സൂപ്പർമാനെ സൂപ്പർ കുട്ടപ്പനാക്കി നേരത്തിലേക്ക് ഇറക്കുന്നതായിരിക്കും. ഗുയിസ് സൂപ്പർമാൻ പ്രൊജക്ട് ഓണാണ്. എങ്ങനെ? സൂപ്പർമാൻ പ്രൊജക്ട് ഓണാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ പേര് സൂപ്പർമാൻ എന്താ അതുകൊണ്ട് നമ്മൾ നാട്ടുകാർ നമ്മൾ സൂപ്പർമാൻ കൊണ്ടുപോകുന്ന കളിയാക്കിയതാണ്. അപ്പോൾ നമ്മൾ ആ പേരിനെ വെച്ച് ചെക്കനെ വെച്ച് കൊടുക്കുക എന്നുള്ള സ്കീമിൽ ചെയ്തതാണ്. വേണ്ട പേസ്റ്റ് ഇങ്ങനെ ചുരണ്ടി വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ ഓട്ടകളൊക്കെ അടയ്ക്കുന്നത് സ്റ്റീൽ ബോഡിയുടെ. നിർത്തുന്നതൊക്കെ വളരെ നല്ലത്. അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റ് അടുത്തതിനെ അറിയിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ നമ്മുടെ ചെക്കൻ്റെ കളർ ഈ പച്ചയിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ ആവശ്യം അവസാനിക്കുന്നില്ല. ഇനിയും വീഡിയോസ് കാണാനായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ഒന്ന് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ ലൈക്കിലാണ് നടക്കില്ല കേട്ടോ. നിങ്ങൾ മറ്റേ എന്തെങ്കിലും നമ്മൾ പറയുന്നതിൽ പോരായ്മകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കാരണം നമ്മൾ തുടക്കക്കാരാണ്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ. അപ്പോൾ വീണ്ടും വീഡിയോസ് കാണുവാനായി ലൈക്ക് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ദ ബൈക്ക് ബോയ് വ്ളോഗ്സ്.